ആദർശ് കൂടി ചേരുകയാണ്. ഗവേഷക വിദ്യാർത്ഥിയും സിനിമാ നിരൂപകനുമാണ്. ആദർശ്, ഈ സിനിമയുടെ മറ്റൊരു ചർച്ച പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ പുഷ്പ 2 കണ്ടിട്ട് വന്നിട്ട് അതിനിശിതമായ വിമർശനം ഉന്നയിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആദർശ്, ഇതിപ്പോൾ പുഷ്പയിലെ മാസ് സീനുകളൊന്നുമില്ല എങ്കിൽ പോലും ഒരു സിനിമയുടെ എല്ലാ നാടകീയതയും ഉള്ള ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. അല്ലു അർജുനെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന് മുന്നിൽ കാത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ റിവ്യൂ നടക്കുന്നിടത്തുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളിൽ അവിടെ എത്തുന്ന നടന്മാരോ നടികളോ ആണ് ഉത്തരവാദികൾ എന്ന് വന്നാൽ ഇനിയുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാകുമല്ലോ. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഈ സംഭവങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു സിനിമാ ആസ്വാദകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു സ്വാഭാവിക സംഭവം മാത്രമാണ്. ഇപ്പം ഇന്ത്യയിലെ ഏതൊരു പൗരനും നേരിട്ടേക്കാവുന്ന ഒരു നിയമ നടപടി മാത്രമാണ് അല്ലു അർജുൻ ഇന്ന് നേരിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 11ാമത്തെ പ്രതിയാണ് അല്ലു അർജുൻ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേസിലെ 1ാം പ്രതി ഒന്നുമല്ല, കേസിലെ 11ാം പ്രതിയാണ്. ഈ കേസിലെ തന്നെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തിയേറ്റർ ഉടമകൾ 3 പേർക്കെതിരെ ഓൾറെഡി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതെന്തുകൊണ്ടോ രാജ്യത്തോടടുത്തും ചർച്ചയായിട്ടില്ല. അല്ലു അർജുൻ്റെ അറസ്റ്റ് മാത്രമാണ് നിലവിൽ ചർച്ചയായിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഇപ്പം സ്വാഭാവികമായി നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടത്തിലൊക്കെ പലപ്പോഴും ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉത്സവം ആരാണോ അറേഞ്ച് ചെയ്യുന്ന ഉത്സവ കമ്മിറ്റിക്ക് നേരെ കേസ് വരും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുപോലെ ഇന്ന് അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം വയ്ക്കുന്നു. അത് പോലീസിനെ മുമ്പ് അറിയിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഇപ്പം നിലവിൽ പോലീസിന് മുമ്പ് അറിയിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് 2ാം തീയതി ഇത് പോലീസിനെ അറിയിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് തിയേറ്റർ ഉടമകൾ ഒരു കത്ത് പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ആ കത്തിൽ ഡേറ്റ് എഴുതിയിരിക്കുന്നത് പേന ഉപയോഗിച്ചിട്ടാണെന്നും ഇത് ഫോർജ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. സോ അതിൻ്റെ ആധികാരികത പിന്നീട് കോടതിയിലാണ് അത് പരിശോധിക്കേണ്ടത്. അതല്ലാതെ ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ആരാണോ ഇതിനകത്ത് പ്രതിയായി വരുന്നത് 11ാമത്തെ പ്രതി എന്നുള്ള രീതിയിൽ അല്ലു അർജുൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതി ആ റിമാൻഡ് പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അല്ലു അർജുന് നൽകുന്നത്. സോ ഇതൊരു വളരെ ബേസിക്കായ നടപടി മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരു അനാവശ്യ തിടുക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ഈ സംഭവം നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് തിയേറ്ററിന്റെ. ആ സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ആയിരുന്നു അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ഇത് പോലീസിനെ അറിയിച്ചിട്ടാണ് എത്തിയതെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എത്തരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. വേണമെങ്കിൽ ഇതിന്റെയൊക്കെ തെളിവ് ഹാജരാക്കാം എന്നതാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ നോക്കൂ, നമ്മൾ ഈ റിലീസുകളുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഷോകൾ നടക്കുന്നു. അവിടെ വലിയ രീതിയിൽ ആരാധകരുടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ പലതവണയായിട്ട് കണ്ടത്. ഒരു ദാരുണ സംഭവം അവിടെ ഉണ്ടായിപ്പോയത് മനഃപൂർവ്വമായി അല്ലെങ്കിൽ അറിവോടുകൂടി ഒക്കെ നടന്ന സംഭവം. അതിന് അങ്ങനെയുള്ള ഈ 115-ഉം 105-ഉം 118-ഉം ചുമത്താൻ തക്ക തരത്തിൽ ഉള്ള ഗൗരവമായ കുറ്റകൃത്യം, നോൺ ബെയിലബിൾ ഒഫൻസ് അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പറയുന്നത് അല്ലു അർജുൻ അതിൽ വലിയ എതിർപ്പ് രേഖപ്പെടുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന് മുൻവശത്ത് പോലീസ് കാത്തു നിൽക്കുകയായിരുന്നു. ഡ്രസ്സ് മാറാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ അവിടെ വരെ എത്തി കാത്തു നിൽക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ ഒരു നാടകീയ രംഗം സൃഷ്ടിച്ചൊക്കെ ഉള്ള അറസ്റ്റിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കോടതി അതിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു രാജ്യം എന്ന് പറയുന്ന രീതിക്ക് ഒരു റൂൾ ഓഫ് ലോ ഉണ്ടല്ലോ. റൂൾ ഓഫ് ലോയിൽ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്. കോമൺ മാനിന് കിട്ടുന്ന അതേ നീതി തന്നെയാണ് അല്ലു അർജുനും. അല്ല, അദ്ദേഹം സെലിബ്രിറ്റി ആണെന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. മുമ്പും പല സെലിബ്രിറ്റികളും ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നു എന്നുള്ളത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പം അല്ലു അർജുൻ ഒരു ദിവസം പോലും ഇന്ന് ജയിലിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴത്തേക്കും ജനരോക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരോക്ഷം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നതുപോലെയുള്ള രീതിയിലുള്ള ആരാധകരോക്ഷം അത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ വൈകാരികത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ റൂൾ ഓഫ് ലോ ഉള്ള ഒരു രാജ്യത്ത് എല്ലാവരോടും ഒരേ സമീപനം കാണിക്കും പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ അടുത്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അന്നത് വിവാദം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി രാജ്യത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതു സ്ഥലത്ത് ഒരു സമരമോ മറ്റ് പരിപാടികളോ സംഘടിപ്പിക്കാൻ അവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കും. അങ്ങനെ നടത്താതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് നടപടികൾക്ക്, നിയമ നടപടികൾക്ക് കാരണമായി മാറും. അത് തന്നെയാണ് ഇവിടെ അല്ലു അർജുൻ്റെ കാര്യത്തിന് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. അതിന് ഹൈദരാബാദ് പോലീസിനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇവർക്ക് ഇതിന് മുമ്പ് ഈ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന് അവർ നൽകിയിട്ടുള്ള മറുപടി എന്തായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കണം. ഒരുപക്ഷെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ലെറ്ററിന് മറുപടിയായിട്ട് അല്ലു അർജുനെ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന റിപ്ലൈ. അത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായി തെളിയിക്കപ്പെടേണ്ട
കാര്യമാണ്. അതിനു മുമ്പ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.